So last video നമ്മൾ പറഞ്ഞ പ്രകാരം the first part, the natural pacemaker of the heart എന്ന് പറയുന്നത് എന്തായിരുന്നു? Sinoatrial lobe. എവിടെയായിരുന്നു ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? At the right upper corner of the right atrium at the junction of the superior vena cava. അല്ലേ? So SA നോഡിനാണ് എന്ത് വരുന്നത്? ഇമ്പൾസ് ആദ്യം തന്നെ ജനറേറ്റഡ് ആവുന്നത്. ഓക്കെ, ഈ ഇമ്പൾസ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ what will happen to the atria? Atriaക്ക് എന്താ സംഭവിക്കുക? Atria will be getting contracted. Okay, SA നോഡ് നമ്മുടെ റൈറ്റ് അപ്പർ കോർണറിലായിരുന്നു SA നോഡ്. SA നോഡിന് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഏട്രിയ എന്താവും? കൺട്രാക്ട് ചെയ്യും. ഏട്രിയ കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏട്രിയയിലുള്ള ബ്ലഡ് എങ്ങോട്ടേക്ക് ഇജക്ട് ഔട്ട് ആവും? വെൻട്രിക്കിൾസിലേക്ക് ഇജക്ട് ഔട്ട് ആവും. നമുക്കറിയാം ഏട്രിയയിൽ നിന്നും വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഇൻ ബിറ്റ്വീൻ ദ ഏട്രിയ ആൻഡ് ദ വെൻട്രിക്കിൾ. ഓക്കെ, അവിടെ എന്തുണ്ട്? വാൾവ് ഉണ്ട് അല്ലെ? സോ ആ വാൾവ് ഏതാണ്? ഏട്രിയോ വെൻട്രിക്കുലർ വാൾ. ഇൻ ദ റൈറ്റ് സൈഡിലുള്ളതാണ് tricuspid wall, and the left side there will be what? Bicuspid wall or the mitral wall. Okay, so when the SA node will generate the impulse, upper atria എന്ത് ചെയ്യുന്നു? Contract ചെയ്യുന്നു. Atria contract ചെയ്യുമ്പോൾ the blood that is present within the atria will be ejecting out from the atria and it will be passing through what? Via the atrioventricular walls, tricuspid as well as the bicuspid wall into where? എങ്ങോട്ടേക്ക്? Ventricles. Toward the right ventricle and toward the left ventricle. Okay? SA നോട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു, ഏട്രിയ കൺട്രാക്ട് ചെയ്തു. ഈ ഏട്രിയ കൺട്രാക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്ന് പറയാം. എന്ത് പറയാം? ഏട്രിയൽ ഡീപോളറൈസേഷൻ. ഈ ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ് നമ്മൾ ECG എന്തായിട്ട് മാർക്ക് ചെയ്യുന്നത്? P wave. You can see this. Okay? P wave ആണ് ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. SA നോഡിൽ നിന്നും ഇമ്പൾസ് പിന്നെ നേരെ ചെല്ലുന്നത് എങ്ങോട്ടേക്കാണ്? AV നോഡിലേക്കാണ്. എവിടെയായിരുന്നു AV നോഡ്? At the bottom, at the base of the interatrial septum. Interatrial septum. രണ്ട് ഏട്രിയ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന വാൾ ആണ് എന്ത്? interatrial septum അല്ലെ? അതിന്റെ ഏറ്റവും ബേസിലായിട്ടാണ് നമുക്ക് എന്ത് കാണുന്നത്? AV നോഡ്. So impulse that is generated from the SA node will be moving towards where? AV node. The time that is taken for the impulse to move from SA node to AV node നമുക്ക് എന്തായിട്ട് മാർക്ക് ചെയ്യാം? PQ interval. Okay, P വേവിൽ നിന്നും Q വേവിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസ്. The impulse that is transmitting from the SA node to AV node. The time taken for that we can denote it like what? PQ interval. Okay. ഇമ്പൾസ് AV നോഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഇമ്പൾസിന് വെൻട്രിക്കിളിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് നീഡ് ടു പാസ് ത്രൂ വെയർ? ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം അല്ലെ? ബണ്ടിൽ ഓഫ് കിസ് വഴി ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിലേക്കാണ് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത്? ഇമ്പൾസ് പാസ് ചെയ്യുന്നത് ഫ്രം ദി ഏട്രിയോ വെൻട്രിക്കുലർ നോഡ്. So when the impulse that is passing via the bundle of gas through what? Interventricular septum, that we can mark in the ECG like what? Q wave. Okay, so Q wave അതായത് ഇവിടെ നിങ്ങൾക്ക് ഇമ്പൾസ് ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം വഴി പാസ് ചെയ്ത് അവസാനം എവിടെ എത്തും? എപ്പെക്സ് ഓഫ് ദി ഹാർട്ടിൽ എത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ആഫ്റ്റർ റീച്ചിങ് ദി എപ്പെക്സ് ഓഫ് ദി ഹാർട്ട് ഇമ്പൾസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ടേണിംഗ് അപ്സൈഡ് in order to cover the entire mass of the ventricle. മൊത്തം വെൻട്രിക്കുലർ മാസ് കവർ ചെയ്യും ഇമ്പൾസ്. സോ ഇത് നമുക്ക് ECG യിൽ എന്തായിട്ട് മാർക്ക് ചെയ്യാമെന്നറിയോ? This R wave. Okay. So when the impulse reaches the apex of the heart through interventricular septum, after reaching the apex of the heart, impulse will be turning upside in order to cover the entire mass of this ventricle. And this can be noted in the ECG like what? R wave. Okay. The entire mass of the ventricle cover edu, entire mass of the ventricle get depolarized. Okay. And that we have marked in the ECG like what? R wave. Finally, impulse എങ്ങോട്ടേക്ക് എത്തുന്നതായിരുന്നു നമ്മൾ പറഞ്ഞത്? Toward the base of the heart. So ഹാർട്ടിന്റെ ബേസിലേക്ക് ഇമ്പൾസ് എത്തി കംപ്ലീറ്റ് വെൻട്രിക്കിളിനെ ഡീപോളറൈസ്ഡ് ആക്കും. Okay, and this can be marked in the ECG like what? S wave. When the impulse reaches the base of the heart, that can be marked in the ECG like what? S wave. Okay, so first of all, from the AV node, the impulse move towards the interventricular septum. So the interventricular septum get depolarized. It reaches the apex of the heart. From the apex of the heart, the impulse will be turning upside in order to cover the entire mass of the ventricle. That can be marked in the ECG like the R wave. And finally, the impulse reaches where? Toward the base of the heart. And that can be marked in the ECG like S wave. And this together, we can call it like what? QRS complex. The QRS complex in an ECG is what? Ventricular depolarization. Okay. So, a ventricular depolarization in the പറയുന്നത് എന്ത് തന്നെയാണ്? ഇമ്പൾസ് ബേസ് ഓഫ് ദി ഹാർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് റീച്ച് ദ പെർക്കിൻജി ഫൈബർ. അപ്പൊ വെൻട്രിക്കിൾ എന്താവും? കൺട്രാക്റ്റഡ് ആവും. വെൻട്രിക്കിൾ കൺട്രാക്ട് ആവുന്ന സമയത്താണ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് എന്താവുന്നത്? ഇജക്ട് ഔട്ട് ആവുന്നത്. എങ്ങോട്ടേക്ക്? ടുവേർഡ് ദ പൾമിനറി ആർട്ടറി ഇൻ ദ റൈറ്റ് സൈഡ് ആൻഡ് ടുവേർഡ് ദി അയോർട്ട ഇൻ ദ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ബ്ലഡ് പമ്പ് ചെയ്യുന്നു. So at the same time of the ventricular depolarization, അവിടെ വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? Atrial repolarization. What is this atrial repolarization? Atria is getting relaxed. Ventricle contract ആകുമ്പോൾ atria relax ആവുന്നു. But it is not seen in the ECG. പക്ഷെ ECG യിൽ കാണുന്നുണ്ടോ? ഇല്ല.
At the same time of ventricular depolarization, atrial repolarization occurs. And that is covered by this large QRS complex. അതുകൊണ്ട് because of that reason, we are not able to show that in the ECG. അതുകൊണ്ട് നമുക്ക് ECG യിൽ കാണാൻ പറ്റുന്നില്ല because it is covered by this large QRS complex. Okay. So ventricular depolarization നടന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി വെന്റിക്കിൾ കൺട്രാക്ട് ആവുകയാണ്, ബ്ലഡ് ഇജക്ട് ഔട്ട് ആവുകയാണ്. ഓക്കെ, സോ ആഫ്റ്റർ ഈച്ച് കൺട്രാക്ഷൻ അവിടെ എന്തുണ്ടായിരിക്കും? റിലാക്സേഷൻ നടക്കും അല്ലെ? വെന്റിക്കിൾ നീഡ് ടു ഗെറ്റ് റിലാക്സ്ഡ്. സോ എപ്പോഴാണ് ഈ റിലാക്സേഷൻ നടക്കുന്നത്? വെന്റിക്കിൾ കൺട്രാക്ട് ആയി കഴിഞ്ഞാൽ ബ്ലഡ് ഇജക്ട് ഔട്ട് ആവും. ദ ടൈം ദാറ്റ് ഇസ് ടേക്കൺ ഫോർ ദി കംപ്ലീറ്റ് ഇജക്ഷൻ ഔട്ട് ഓഫ് ദ ബ്ലഡ് ഫ്രം ദി വെന്റിക്കിൾ ബിഫോർ ഇറ്റ് ഇസ് ഗെറ്റിംഗ് റിലാക്സ്ഡ് ആവുന്നതിന് മുന്നേ വരെ. ഓക്കെ, ആ ഒരു ടൈമാണ് നമ്മൾ എന്തായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ECG യിൽ? ST സെഗ്മെന്റ്. ഓക്കെ, ആൻഡ് ഫൈനലി ദ T wave. ഈ T wave എന്താണ്? It is ventricular repolarization. Ventricle is getting relaxed. Okay, so നമ്മൾ പറഞ്ഞു after ventricle is getting contracted, the time that is taken for the blood to get ejected out from the ventricle before it is getting relaxed, അതായിരുന്നു ST segment അല്ലെ? And finally the ventricle is getting relaxed. Ventricle വീണ്ടും relaxed ആവുന്നു. atrial നിന്നും blood എവിടേക്ക് വരുന്നു? ventricleലേക്ക് fill ചെയ്യാൻ വേണ്ടി വരുന്നു. So that is noted in the ECG like what? T wave. Okay, so ഇത്രയും waves ആണ് നമുക്ക് മെയിൻ ആയിട്ട് എന്തിലുള്ളത്? ECG ഗ്രാഫിൽ കാണാൻ പറ്റുന്നത്. T wave, that is atrial repolarization. The time that is taken for the impulse to move from SA node to AV node, that is P2 interval. The impulse that is moving from AV node through the interventricular septum to depolarize it, that is marked in the ECG like a Q wave. After reaching the apex of the heart, the impulse is turning upside in order to cover the entire mass of the ventricle. That is marked in the ECG like the R wave. And finally, the impulse will be passing towards the base of the heart and reach the Purkinje fibers. And that is marked in the ECG like what? S wave. Together, this QRS complex denote what? Ventricular depolarization, which means the ventricle is getting contracted. Okay. Then, after reaching the Purkinje fiber, after the ventricular depolarization, the ventricle need to get what? Relaxed ആവണം. The time that is taken for the blood to get ejected out from the ventricle before it is getting relaxed, that is what? ST segment in an ECG. Okay. And finally, the T wave. What is T wave? The ventricular repolarization. I hope it is clear now.